വളരെ വൈകിയാണ് തേയ ഉറക്കമുണർന്നത്. കണ്ണു തുറന്നു നോക്കുമ്പോൾ അവൾ ജിമിൻ്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുകയായിരുന്നു. ജിമിൻ അവളെ മുറുകെ കെട്ടിപ്പിടിച്ചിരുന്നു. പുതപ്പിൻ്റെ ഉള്ളിൽ രണ്ടുപേരും ഒന്നിൻ്റെയും അതിരില്ലാതെ പറ്റിച്ചേർന്ന് കിടന്നിരുന്നു. കഴിഞ്ഞ രാത്രി സംഭവിച്ച കാര്യങ്ങൾ ഓർത്തപ്പോൾ തേയുടെ മുഖം നാണം കൊണ്ട് ചുവന്നു. അവൾ ഓരോ നിമിഷവും ഓർത്തു. ഹലോ, ഗുഡ് മോർണിംഗ്. ജിമിൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് തേയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. ജിമിൻ്റെ ശബ്ദം കേട്ട് തേയ മുഖമുയർത്തി അവനെ നോക്കി ചിരിച്ചു. ഗുഡ് മോർണിംഗ് ചായ. ഉറക്കമൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിന് ഇച്ചായൻ ഇന്നലെ എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ലല്ലോ. നിന്നെ എന്റെ കയ്യിൽ ഇങ്ങനെ കിട്ടുമ്പോ എങ്ങനെ ഉറങ്ങാൻ വിടാനാ? ഓ പിന്നെ നീ പിന്നെ എന്താ വിചാരിച്ചേ? ഇന്നലെ മുഴുവൻ നിനക്ക് റെസ്റ്റ് തന്നത് വെറുതെ ആണെന്ന് കരുതിയോ? ആ അത് ശരി. അപ്പോ മോന്റെ മനസ്സിലിരിപ്പ് ഇതായിരുന്നു അല്ലേ? പിന്നല്ലാതെ, എന്റെ ഭാര്യയെ ഞാൻ കണ്ടറിഞ്ഞ് സ്നേഹിക്കണ്ടേ? പിന്നെ വേണം വേണം. ആദ്യം ഞാൻ എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ നോക്കട്ടെ, എന്നിട്ട് പറയാം ബാക്കി. ആദ്യമൊക്കെ അങ്ങനെയാ, പിന്നെ ഇതൊക്കെ ശീലമായിക്കോളും. അയ്യടാ, കോമഡിയാണോ? എനിക്ക് ചിരി വന്നതേ ഇല്ല. ആര് പറഞ്ഞു കോമഡിയാണെന്ന്? ഞാൻ ഉള്ളത് പറഞ്ഞതാ. ഇനി അങ്ങോട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ് വരാൻ പോകുന്നത്. ഇതും പറഞ്ഞ് ജിമിൻ തേയുടെ മുഖത്തിനടുത്തേക്ക് വന്നു. അയ്യടാ, അങ്ങോട്ട് മാറിച്ചായ. ഇന്നത്തെ കോട്ട കഴിഞ്ഞു. ദേ, നമ്മൾ ഓൾറെഡി ലേറ്റായി. എയർപോർട്ടിൽ പോകണ്ടേ? അതൊക്കെ പോവാം. ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ? നീ ഹാപ്പി അല്ലേ? അതെന്തിച്ചായ അങ്ങനെ ചോദിച്ചത്? അല്ല, ഇന്നലെ നിനക്ക് അൺകംഫർട്ടബിൾ. ജിമിന് പറഞ്ഞു തീർക്കാൻ പറ്റുന്നതിന് മുൻപ് തേയ ജിമിനെ കെട്ടിപ്പിടിച്ച് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഇനി ഒരിക്കലും ഇങ്ങനെ എന്നോട് ചോദിക്കരുത്. ഇച്ചായനറിയോ, ഇന്നലെ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചു എന്ന്. ഇച്ചായൻ എൻ്റെ കൂടെ ഉള്ളപ്പോൾ എനിക്കുണ്ടാവുന്ന സന്തോഷത്തിന് അതിരുകളില്ല. അതുകൊണ്ട് ഇച്ചായന് ഒരു സംശയവും വേണ്ട. ഞാൻ ഇച്ചായൻ്റെ ഒപ്പം ഒത്തിരി ഹാപ്പിയാണ്. മതി തേയ, നിന്റെ ഈ വാക്കുകൾക്കായിട്ടാണ് ഞാൻ കാത്തിരുന്നത്. ഇനി എനിക്ക് ഒരു സംശയവും ഇല്ല. ശരി ശരി, ഞാൻ കുളിക്കാൻ പോവാ. ഫ്ലൈറ്റിന് ഇനി 6 മണിക്കൂർ കൂടിയേ ഉള്ളൂ. ആ, ഒരു മിനിറ്റ്. ജിമിൻ പെട്ടെന്ന് പുതപ്പ് മാറ്റി എഴുന്നേറ്റു. ഇതെന്താ ഡ്രസ്സൊന്നും ഇല്ലാതെ എഴുന്നേൽക്കുന്നത്? പോയൊരു പാന്റ് എടുത്ത് ഇട്. തേയ കണ്ണു പൊത്തിക്കൊണ്ട് പറഞ്ഞു. ഓ പിന്നെ, നീയൊന്നും കാണാത്ത പോലല്ലേ പറയുന്നത്. ജിമിൻ നേരെ തേയുടെ അടുത്ത് ചെന്ന് അവളുടെ കയ്യിൽ നിന്നും പുതപ്പ് വലിച്ചു മാറ്റി. ഇച്ചായ എന്താ കാണിക്കുന്നത്? തേയ കൈകൊണ്ട് അവളുടെ ശരീരം മറച്ചുകൊണ്ട് നാണത്തോടെ ചോദിച്ചു. ഇങ്ങു വാടി, നിന്റെ ഒരു നാണം. തേയെ എടുത്തു പൊക്കിക്കൊണ്ട് ജിമിൻ പറഞ്ഞു. നിനക്ക് നടക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. അതുകൊണ്ട് ഞാൻ നിന്നെ ബാത്റൂമിൽ കൊണ്ടാക്കാം. പിന്നെ നമ്മൾ ഓൾറെഡി ലേറ്റ് ആയില്ലേ, സോ ഒരുമിച്ച് കുളിച്ചിറങ്ങാം. ജിമിൻ തേയെ എടുത്തുകൊണ്ട് ബാത്റൂമിന്റെ ഉള്ളിലേക്ക് നടന്നു. ഷവറിന്റെ കീഴിൽ നിർത്തി ഷവർ ഓൺ ചെയ്തു. ഇച്ചായ, ഇങ്ങനെ നിന്നാ നമ്മൾ വീണ്ടും ലേറ്റ് ആവും കേട്ടോ. അതൊന്നും സാരില്ല, ഇങ്ങ് വാ നീ. ഇച്ചായ,
കുളിയെല്ലാം കഴിഞ്ഞ് തേയും ജിമിനും റെഡിയായി. ലഗേജെല്ലാം പാക്ക് ചെയ്ത് സമയത്ത് തന്നെ റൂം വെക്കേറ്റ് ചെയ്തു. ഹോട്ടലിൻ്റെ പുറത്ത് ടൂറിസ്റ്റ് ഗൈഡ് കാറുമായി കാത്തു നിൽപ്പുണ്ടായിരുന്നു. അവർ കാറിൽ കയറി എയർപോർട്ടിലേക്ക് തിരിച്ചു. തേയ, നീ വിഷമിക്കണ്ട. നമ്മൾ സിയോളിൽ ചെന്നിട്ട് പുതിയ കാറ് വാങ്ങുന്നുണ്ട്, പോർഷെ പനാമി. അയ്യോ ഇച്ചായ, അതൊന്നും വേണ്ട. അതെല്ലാം അധിക ചെലവല്ലേ. എന്തധിക ചെലവ്? എന്റെ ഭാര്യ പോർഷെ കാറിൽ കോളേജിൽ പഠിപ്പിക്കാൻ പോകുന്നത് എനിക്കൊരു ഗമയല്ലേ. എന്നാലും ഒരെന്നാലും ഇല്ല. കുറെ കാലായില്ലേ നിനക്ക് സിയോള ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട്. അത് കൈ കൊണ്ട് നടക്കുന്നതല്ലാതെ നീ കാർ ഓടിക്കാറില്ലല്ലോ. സോ ഇനി മുതൽ എന്റെ തേയ കാറിൽ കോളേജിൽ പോയാൽ മതി, കേട്ടല്ലോ. താങ്ക് യു ചായ. ഐ ലവ് യു സോ മച്ച്. ഐ ലവ് യു ടു ഡിയർ. കുറച്ച് സമയത്തിനു ശേഷം അവർ എയർപോർട്ടിലെത്തി. ലഗേജും മറ്റും എടുത്ത് പുറത്തു വെച്ചു. Thank you so much for your guidance. We had an amazing trip. ജിമിൻ ടൂറിസ്റ്റ് ഗൈഡിന് കൈ കൊടുത്തുകൊണ്ട് പറഞ്ഞു. പ്ലഷർ ഈസ് ഓൾ മൈൻ സാർ. ഇഫ് യു എവർ പ്ലാൻ ടു വിസിറ്റ് പാരീസ് അഗെയിൻ, പ്ലീസ് ഡു കോൺടാക്ട് മീ. Definitely. See you next time. ഗുഡ് ബൈ സർ ആൻഡ് മാഡം. ഹാവ് എ ഹാപ്പി ആൻഡ് സേഫ് ജേർണി. ഗുഡ് ബൈ. Goodbye. തേയും ജിമിനും ടൂറിസ്റ്റ് ഗൈഡിനോട് യാത്ര പറഞ്ഞ് എയർപോർട്ടിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഫ്ലൈറ്റിനുള്ളിൽ കയറിയ ശേഷം ജിമിൻ ജൂണിന് അവർ തിരിച്ചു എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടു. ഇച്ചായ, ഐ എം സോ ഹാപ്പി. ഞാൻ ഈ ട്രിപ്പ് ഒരുപാട് എൻജോയ് ചെയ്തു. ഞാനും എൻജോയ് ചെയ്തു തേയ. നിന്റെ കൂടെ ചിലവഴിച്ച ഓരോ നിമിഷവും എനിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. തേയ സന്തോഷത്തോടെ ജിമിൻ്റെ തോളിൽ ചാരിയിരുന്നു. ജിമിൻ തേയുടെ കയ്യിൽ മുറുകെ പിടിച്ചു. സിയോൾ എയർപോർട്ടിൽ ജിമിനെയും തേയും കാത്ത് ജൂൺ നിൽപ്പുണ്ടായിരുന്നു. ജിമിനെയും തേയും കണ്ടപ്പോൾ ജൂൺ കൈവീശി കാണിച്ചു. അളിയ, എങ്ങനെയുണ്ടായിരുന്നു ഹണിമൂണൊക്കെ? ഒന്നും പറയാനില്ലടാ, ഞങ്ങളെ ശരിക്കും അടിച്ചു പൊളിച്ചു, അല്ലേ തേയ? ജിമിനൊരു കുസൃതി ചിരിയോടെ തേയെ നോക്കി. ഒരു ചെറിയ നാണത്തോടെ തേയ പറഞ്ഞു. അതെ, ഞങ്ങൾ അവിടെ നന്നായി എൻജോയ് ചെയ്തു. ശരി ശരി, ബാക്കി വിശേഷങ്ങൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം. അങ്ങനെ ജൂൺ ജിമിനെയും തേയയും കൂട്ടി വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോൾ ലിവിംഗ് റൂമിൽ മൈക്കിളും റീനയും ജീനിയും നിൽപ്പുണ്ടായിരുന്നു. ജിമിനും തേയും വീടിൻ്റെ അകത്തേക്ക് കയറി. അവരുടെ ലഗേജുമായി ജൂണും പുറകെ വന്നു. മക്കളെ, യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? നന്നായിരുന്നു മമ്മി. നീ അവിടെ ചെന്നിട്ട് ബിസിനസ് കാര്യമായിട്ട് തേയെ പോസ്റ്റാക്കിയോടാ? ഏയ്, ഞാനൊരു മെയില് പോലും ഓപ്പൺ ആക്കിയില്ല. ഞങ്ങള് ഫുള്ള് കറക്കായിരുന്നു, അല്ലേടി? അതെ ഡാഡി, ഇച്ചായൻ ഫുൾ ടൈം എന്റെ കൂടെ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി. നല്ല രസമായിരുന്നു. നിങ്ങള് സന്തോഷമായിട്ട് തിരിച്ചു വന്നല്ലോ, അത് മതി. എന്തായാലും യാത്രാക്ഷീണം കാണില്ലേ. നിങ്ങൾ പോയി റെസ്റ്റ് എടുക്ക്. ചെറിയ എവിടെ മമ്മി? തേയും ജിമിനും ഒരുമിച്ച് ചോദിച്ചു. അവൻ നല്ല ഉറക്കമാ. ജെയ്മി ഇല്ലാത്തോണ്ട് അവന്റെ കൂടെ കളിക്കാൻ ആളില്ലല്ലോ. അതുകൊണ്ട് അവനിപ്പോ നേരം വൈകി എഴുന്നേൽക്കാറുള്ളൂ. അതൊക്കെ പതുക്കെ മാറിക്കോളും. ഇനി വൈകാതെ പുതിയ ആരെങ്കിലും എത്തിയാ അവനെ കൂട്ടായല്ലോ, അല്ലട ജീവനെ? ജൂൺ പറയുന്നത് കേട്ട് ജിമിനും തേയും പരസ്പരം ഒളിക്കണ്ണിട്ട് നോക്കി. ഇത് എൻ്റെ ഒരു കാര്യം. നാവിന് ബെല്ലും ബ്രേക്കും ഇല്ല. അവര് വന്ന് കയറിയതല്ലേ ഉള്ളൂ, അതിന്റെ ഇടയിൽ കൂടി ഒരു വലിച്ച കോമഡി. നോക്കി നിൽക്കാതെ ആ ലഗേജ് എടുത്ത് റൂമിൽ കൊണ്ട് വെക്ക് മനുഷ്യ. ഇത് കടിക്കോ? മഹാറാണി പറഞ്ഞതുപോലെ ആവട്ടെ. ഉത്തരവ്. അളിയ, ഇതൊന്ന് പിടിച്ചേ. നമുക്ക് റൂമിലേക്ക് പോവാം. ഇവിടെ നിന്നാ ചിലപ്പോ എനിക്ക് ആപത്താ. ജൂൺ ജിമിൻ്റെ കയ്യിൽ ഒരു ബാഗ് എടുത്തു കൊടുത്തു. ജിമിൻ ബാഗ് വാങ്ങി തേയെ നോക്കി. അവൻ കണ്ണുകൾ കൊണ്ട് അവളോട് മുകളിലോട്ട് വരാൻ എന്ന രീതിയിൽ കണ്ണ് അനക്കി. ഇത് ജൂണും ജീനിയും ശ്രദ്ധിച്ചു. എടാ, അവിടെ നിന്ന് കഥകളി കഴിക്കാതെ ഇങ്ങോട്ട് വാടാ. ദേ വരുന്നു. ജിമിൻ്റെ പുറകെ പോകാൻ പോയ തേയുടെ കയ്യിൽ ജീനി പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഏയാ, നീ ഇങ്ങോട്ട് വന്നേ, ചോദിക്കട്ടെ. തേയെയും കൊണ്ട് ജീനി അടുക്കളയിലേക്ക് പോയി. എന്താ ചേച്ചി? എന്താടി രണ്ടുപേരുടെ ഇടയിൽ ഒരു കള്ളനോട്ടവും ചിരിയും? ഞാൻ തന്ന ഗിഫ്റ്റ് നീ പുറത്തെടുത്തതിന്റെ ഫലമാണോ? ചേച്ചിയുടെ ഗിഫ്റ്റ് പുറത്തെടുക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. തേയ
നാണത്തോടെ പറഞ്ഞു. അമ്പടി, അപ്പോ ജിമിൻ പണി പറ്റിച്ചൂലേ? അയ്യോ ചേച്ചി പതുക്കെ. ഒന്ന് പോ പെണ്ണെ, ഇതൊക്കെ സന്തോഷിക്കേണ്ട കാര്യല്ലേ. എന്തായാലും എനിക്ക് സന്തോഷായി, നിങ്ങൾ ഒന്നായില്ലേ. ഇനി എന്നും നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ കാണൂ. അവർ രണ്ടുപേരും സംസാരിച്ചു കൊണ്ട് നിന്നപ്പോ അന്ന അവിടേക്ക് വന്നു. ആഹാ മോളോ, നിങ്ങൾ എപ്പോ എത്തി? ഞങ്ങള് കുറച്ചു മുൻപ് വന്ന് കയറിയതേ ഉള്ളൂ ആന്റി. ആന്റിയെ കണ്ടില്ലല്ലോ. ഒന്നും പറയണ്ട മോളെ, 2 ദിവസമായി ദേഹത്തിനൊക്കെ ഭയങ്കര വേദന. റീന കുറച്ച് മരുന്ന് തന്നു, അതാണെങ്കിൽ സഡേഷൻ ഉള്ളതാ, അതാ എഴുന്നേൽക്കാൻ വൈകിയത്. എന്നിട്ട് ഇപ്പൊ എങ്ങനെയുണ്ട് ആന്റി? കുറവുണ്ട് മോളെ. ആട്ടെ, ഹണിമൂണൊക്കെ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? നന്നായിരുന്നു ആന്റി. ആഹാ, തേയ ഇവിടെ നിൽക്കുമായിരുന്നോ? മോള് പോയി റെസ്റ്റ് എടുക്ക്, ബ്രേക്ക്ഫാസ്റ്റ് ആവുമ്പോ വിളിക്കാം. ശരി മമ്മി, ഞാൻ പോയിട്ട് വരാവേ. തേയ അങ്ങനെ കിച്ചണിൽ നിന്നും റൂമിലേക്ക് നടന്നു. ജൂൺ മുകളിൽ നിന്നും താഴേക്ക് വരുന്നത് അവൾ കണ്ടു. റൂമിലെത്തിയപ്പോൾ ജിമിൻ ബാത്റൂമിലാണെന്ന് അവൾക്ക് മനസ്സിലായി. തേയ റൂമിന്റെ ഡോർ ലോക്ക് ചെയ്തു. ബെഡിൽ ചെന്നിരുന്നു. അവൾ പതിയെ ഇട്ടിരുന്ന ഷൂസും സോക്സും എല്ലാം ഊരി മാറ്റി. ആക്സസറീസും മറ്റും ഊരി വെച്ചു. അപ്പോഴേക്കും ജിമിൻ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നിരുന്നു. അവൻ ഡ്രസ് ചേഞ്ച് ചെയ്ത് ഒരു ടവൽ മാത്രം ഉടുത്തായിരുന്നു വന്നത്. ആ, ഇച്ചായൻ ഇറങ്ങിയോ? ഇതെന്താ തുണിയൊന്നും ഇല്ലാതെ നിൽക്കുന്നത്? ആര് പറഞ്ഞു തുണിയൊന്നുമില്ലാന്ന്? ദേ ഈ ഉടുത്തിരിക്കുന്ന ടവൽ പിന്നെ തുണിയല്ലേ? അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഡ്രസ്സില്ലാതെ എന്താ ഇങ്ങനെ നിൽക്കുന്നതെന്നാ. ഇനിയിപ്പോ നിന്റെ മുൻപിൽ ഡ്രസ്സില്ലാതെ നിന്നാലും കുഴപ്പമില്ലല്ലോ. ഓ, ഇച്ചായന്റെ ഒരു കാര്യം. എന്തേടി, നിനക്ക് നാണം വരുന്നുണ്ടോ? എനിക്ക് നാണൊന്നും വരുന്നില്ല. തേയ ബെഡിൽ നിന്നും എഴുന്നേറ്റ് നേരെ അലമാരിയുടെ അടുത്തേക്ക് നടന്നു. അലമാരി തുറന്ന് അതിൽ നിന്നും കുർത്തിയും പാൻറ്റും എടുത്ത് ബാത്റൂമിന്റെ അടുത്തേക്ക് നടന്നു. എവിടേക്കാ ഈ ധൃതിയിൽ പോകുന്നത്? കണ്ടിട്ട് മനസ്സിലായില്ലേ? ബാത്റൂമിലേക്ക്. അത് മനസ്സിലായി. എന്തിനാ ഈ ഡ്രസ്സുമായിട്ട് പോകുന്നത്? പുഴുങ്ങി തിന്നാൻ. എന്റെ ഇച്ചായ, ഞാൻ കുളിക്കാൻ പോവാ. ലോങ് ഫ്ലൈറ്റ് അല്ലായിരുന്നു, അപ്പൊ കുളിച്ച് ഫ്രഷ് ആവുമെന്ന് കരുതി. ഒറ്റയ്ക്കോ? പിന്നെ എല്ലാരെയും വിളിച്ചുകൊണ്ട് പോകണോ? എല്ലാവരെയും ഒന്നും കൊണ്ടുപോണ്ട, എന്നെ കൊണ്ടുപോയാ മതി. അത് ശരി, മോന്റെ മനസ്സിലിരിപ്പ് കൊള്ളാം. പക്ഷേ നടക്കില്ല. പിന്നെ ഞാൻ ഇവിടെ ഇങ്ങനെ നിക്കുന്നത് കണ്ടിട്ട് നിനക്ക് മനസ്സിലായില്ലേ? ഏയ്, എനിക്ക് മനസ്സിലായതേ ഇല്ല. ദേ, ഇത് പാരീസ് അല്ല, വീടാ. ഇവിടെ എല്ലാവരും ഉണ്ട്. അതിനിപ്പോ എന്താടി, ഇത് നമ്മുടെ റൂമല്ലേ, ഇവിടെ നമ്മൾ മാത്രല്ലേ ഉള്ളൂ. ആരെങ്കിലും ഒരു ആവശ്യത്തിന് വന്ന എന്ത് ചെയ്യും? കഴിഞ്ഞ രാത്രി പോലെ നീ കിടന്ന് ശബ്ദം ഉണ്ടാക്കാതിരുന്നാ മതി, ആരും വരില്ല. ഒന്ന് പോയിച്ചായ. തേയ നാണം കൊണ്ട് ജിമിനെ തള്ളി മാറ്റിക്കൊണ്ട് പറഞ്ഞു. എന്നിട്ട് ബാത്റൂമിന്റെ നേരെ ഓടി. ജിമിൻ അവളുടെ പുറകെ ഓടി. തേയ ബാത്റൂമിന്റെ ഡോർ അടയ്ക്കാൻ കഴിയുന്നതിന് മുൻപ് തന്നെ ജിമിൻ ഡോറിൽ പിടിച്ചു വലിച്ചു തുറന്നു. ഇച്ചായ വിട്ടേ, ഞാൻ കുളിക്കട്ടെ. അങ്ങനെ ഇപ്പോ നീ തന്നെ കുളിക്കണ്ട. ജിമിൻ ബാത്റൂമിന്റെ ഉള്ളിൽ കയറി ഡോർ ലോക്ക് ചെയ്തു. തേയുടെ കയ്യിൽ നിന്നും കുളി കഴിഞ്ഞ് മാറാനുള്ള ഡ്രസ്സ് എടുത്ത് ഹാങ്ങിങ്ങിൽ വെച്ചു. എന്നിട്ട് അവളെ വലിച്ച് അവന്റെ അടുത്തേക്ക് അടുപ്പിച്ചു. നിന്റെ നാണം ഇതുവരെ മാറിയില്ലേ? ഇച്ചായ വേണ്ട, വേണം. പ്ലീസ്. ഇങ്ങനെ നോക്കല്ലടി, എനിക്ക് പിന്നെ എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ജിമിൻ പതിയെ തേയുടെ വസ്ത്രങ്ങൾ ഓരോന്നായി ഉരിമാറ്റി. അവൻ ഉടുത്തിരുന്ന ടവൽ ഇടയ്ക്കെപ്പോഴോ അഴിഞ്ഞു മാറി. ജിമിൻ തേയെടുത്ത് ഷവർ സ്റ്റാളിൻ്റെ അകത്ത് കയറ്റി ഷവർ ഓൺ ചെയ്തു. ജിമിൻ തേയുടെ ചുണ്ടുകളിൽ നിന്നും
അവൻ്റെ ചുണ്ടുകൾ അടർത്തി മാറ്റി. ഷവറിൽ നിന്നും വെള്ളം അവർ രണ്ടുപേരുടെയും മുകളിലൂടെ വീണു. എടാ ജൂണേ, ഇച്ചായൻ എന്നെ ദേ ഇപ്പൊ വിളിച്ചു വെച്ചതേ ഉള്ളൂ. ഇച്ചായനും ചേക്കും നാളെ എത്തുമെന്ന്. ആണോ മമ്മി? എത്ര മണിക്ക് എത്തുമെന്ന് പറഞ്ഞത്? ആ, അവരെന്തായാലും കറക്റ്റ് സമയത്ത് തന്നെയാണല്ലോ വരുന്നത്. ജിമിനിപ്പോ ഇവിടെ ഉണ്ടല്ലോ. അതെ അങ്കിൾ, നമ്മുടെ ന്യൂ പ്രോജക്റ്റിന്റെ ഡിസ്കഷൻസ് എന്തായാലും ജിമിൻ കൂടി വന്നിട്ട് പ്രൊസീഡ് ചെയ്യാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. ആഹാ, അവര് നാളെ എത്തുമല്ലേ? ജേക്കിന് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെക്കണം. അവന് ഞാനുണ്ടാക്കുന്ന ഫുഡൊക്കെ ഭയങ്കര ഇഷ്ടാണ്. നീ മാത്രമേ അവനിങ്ങനെ കൊഞ്ചിക്കത്തുള്ളൂ. എത്ര രൂപയുടെ നഷ്ടാ അവൻ വരുത്തി വെച്ചത് എന്നറിയാമോ? എന്ത് ചെയ്യാനാ, അവന് ആരും മദ്യത്തിൽ വിഷം കലക്കി കൊടുത്തിട്ടുണ്ട്. എന്റെ മോൻ ഇങ്ങനെ ഒന്നും അല്ലായിരുന്നു. സാരല്ല അണ്ണ, അവനെ നമുക്ക് ശരിയാക്കാം. ഇനിയിപ്പോ അവന്റെ കല്യാണം നമുക്ക് ആലോചിച്ചു തുടങ്ങാം. എനിക്ക് പേടിയാ റീന. അവൻ എന്തോ പണ്ടൊരു പെൺകുട്ടിയെ ഇഷ്ടായിരുന്നു. അതിന്റെ പേരൊന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. കോളേജിൽ പഠിക്കുമ്പോ അതിന്റെ പുറകെ ആയിരുന്നു. അവന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞത് ആ കൊച്ചിന് അവനെ ഇഷ്ടമല്ലായിരുന്നു എന്നാ. ഒരു ദിവസം കോളേജിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അവൾ അവന്റെ മുഖത്തടിച്ചു. അതവന് വലിയ വിഷമായി. പിന്നെ തുടങ്ങിയതാ ഈ കള്ളുകുടി. എല്ലാം മറക്കാൻ വേണ്ടി തുടങ്ങിയതാണെങ്കിലും ഇപ്പോ അവനത് ഒരു അഡിക്ഷനായി മാറി. എന്തായാലും അവനിങ്ങ് വരട്ടെ. നമുക്ക് എല്ലാവർക്കും കൂടി അവനോടൊന്ന് സംസാരിച്ചു നോക്കാം. അവന്റെ സ്വഭാവം മാറണമെങ്കിൽ ഇനി ദൈവം വിചാരിക്കണം. അതിനെന്തെങ്കിലും അത്ഭുതം സംഭവിക്കണം. അവർ അങ്ങനെ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ ജെറി ഉറക്കമെഴുന്നേറ്റ് അവിടേക്ക് വന്നു. അപ്പച്ച, പപ്പയും മമ്മിയും വന്നു. ആഹാ, മോ എഴുന്നേറ്റോ? പപ്പയും മമ്മിയും വന്നിട്ടുണ്ടല്ലോ. ഹായ്, അവര് വന്നു. എന്നിട്ട് എന്തിയേ? അവര് മുകളിലെ റൂമിലാ മോനെ. ആനോ, എന്നാ ഞാൻ പോയി അവരെ കണ്ടിട്ട് വരാമേ. മോനെ അവിടെ നിന്നേ. മോനിപ്പ അങ്ങോട്ട് പോവണ്ട. പപ്പയും മമ്മയും യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ചു വന്നതല്ലേ. അവര് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വരുമ്പോ നമുക്ക് കാണാം. അപ്പോഴേക്കും മോൻ ബ്രഷ് ചെയ്ത് കുളിച്ച് സുന്ദരനായി നിൽക്ക്. പക്ഷേ എനിക്ക് പപ്പയും മമ്മിയും കാണണം. മോനെ വാശി പിടിക്കാതെ, ആന്റി പറയുന്നത് കേക്ക്. ആന്റി മോനെ കുളിപ്പിച്ച് റെഡിയാക്കാം. മോൻ ഗുഡ് ബോയ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ മാത്രമേ മോൻ ഗിഫ്റ്റ് കിട്ടൂ. എനിക്ക് ഗിഫ്റ്റ് ഒന്നും വേണ്ട. എനിക്ക് പപ്പയും മമ്മിയും കാണണം. ജെറി വാശി പിടിച്ച് കരയാൻ തുടങ്ങി. എന്തിനാ മോളെ അതിനെ കരയിപ്പിക്കുന്നത്? അവൻ പോയി അവരെ കാണട്ടെ. എത്ര നാളായി അവൻ കണ്ടിട്ട്. മോനെ ചെല്ല്, പോയി പപ്പയും മമ്മിയും കാണു. അന്ന പറഞ്ഞത് കേട്ട് ജെറി കണ്ണു തുടച്ചുകൊണ്ട് മുകളിലേക്ക് ഓടി. അതിനിപ്പോ എന്താ, നമ്മള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ. കുറച്ച് താമസിച്ചെന്ന് വെച്ച് ഒന്നും ഉണ്ടാവില്ല. നീ അടങ്ങി നിൽക്ക്. ജിമിന്റെയും തേയുടെയും റൂമിലെത്തിയപ്പോൾ ഡോർ ലോക്ക് ചെയ്തിരിക്കുവാണെന്ന് അവന് മനസ്സിലായി. അവൻ ഡോറിൽ കൊട്ടി വിളിച്ചു. പപ്പ, മമ്മി, കഥക് തുറക്ക്. അയ്യോ, ജെറി വിളിക്കുന്നു. പാവം, നമ്മളെ കാണാതെ വിഷമിച്ചു കാണും.
തേയ വൈകാതെ ജിമിനെ തള്ളി മാറ്റി ഡോറിന്റെ അടുത്തേക്ക് ചെന്നു. ലോക്ക് മാറ്റി ഡോറ് തുറന്നു. തേയെ കണ്ടതും സന്തോഷത്തോടെ ജെറി അവളെ കെട്ടിപ്പിടിച്ചു. മമ്മി, ഉമ്മ, ഞാൻ മമ്മിയെ ഒരുപാട് മിസ് ചെയ്തു. ഉമ്മ, മമ്മിയും ജെറിമോനെ ഒരുപാട് മിസ് ചെയ്തു. ജിമിൻ അവളുടെ അടുത്തേക്ക് വന്നു. ജിമിനെ കണ്ടതും ജെറി അവനെയും കെട്ടിപ്പിടിച്ചു. പപ്പ, ഉമ്മ, ഞാൻ പപ്പയെ ഒരുപാട് മിസ് ചെയ്തു. പപ്പയും ജെറിമോനെ ഒരുപാട് മിസ് ചെയ്തു. നിങ്ങള് വന്നിട്ട് എന്നെ വിളിക്കാഞ്ഞേ? ഞങ്ങൾ വന്നപ്പോ മോറങ്ങുമായിരുന്നു. പിന്നെ യാത്രയൊക്കെ കഴിഞ്ഞു വന്നതല്ലേ, ഒന്ന് ഫ്രഷ് ആയിട്ട് മോന്റെ അടുത്ത് വരാമെന്ന് വിചാരിച്ചു. ആനോ? അതേലോ. മോന് ഞങ്ങൾ എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് കാണണ്ടേ? വേണം വേണം. അതിനു മുൻപ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വരാം കേട്ടോ. മോൻ ബ്രഷ് ചെയ്തു? ഇല്ല മമ്മി, ഞാൻ എഴുന്നേറ്റപ്പോ ആദ്യം നിങ്ങളെ കാണാനാ വന്നേ. എങ്കിലേ നമുക്ക് പോയി ബ്രഷ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കാം, എന്നിട്ട് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കേ? ഓക്കെ പപ്പ. ജെറി ജിമിന്റെയും തേയുടെയും ഒപ്പം താഴേക്ക് പോയി. ജെറിയെ ബ്രഷ് ചെയ്യിപ്പിച്ച ശേഷം അവർ എല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നു.